ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഗൺമോൻ എന്ന് വിശേഷിപ്പിച്ച സലീം രാജും പിടികിട്ടാപ്പുള്ളികളും ഉമ്മൻചാണ്ടിക്ക് പുതിയ തലവേദന സൃഷ്ടിക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മുൻ ഗൺമാൻ സലീം രാജ് ഉൾപ്പെടെ 7 അംഗ കൊട്ടേഷൻ സംഘത്തെ കോഴിക്കോട്ട് നാട്ടുകാർ തടഞ്ഞുവെച്ചു. കാറിൽ സഞ്ചരിച്ചിരുന്ന സ്ത്രീയെ തടഞ്ഞ് ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കവേ നാട്ടുകാർ തടഞ്ഞുവെക്കുകയായിരുന്നു. സലീം രാജിനൊപ്പം ഉണ്ടായിരുന്നവരിൽ ഒരാൾ പിടികിട്ടാപ്പുള്ളിയാണെന്ന് പോലീസ് പറഞ്ഞു. മറ്റൊരാൾ യൂത്ത് കോൺഗ്രസ് ഓച്ചിറ മണ്ഡലം സെക്രട്ടറിയാണ്. തട്ടിക്കൊണ്ടുപോകൽ, അനധികൃതമായി സംഘം ചേരൽ എന്നീ കേസുകൾ പ്രകാരം സലീം രാജിനെതിരെ പോലീസ് കേസെടുത്തു. യുവതി സഞ്ചരിച്ച സ്വിഫ്റ്റ് കാറിനെ പിന്തുടർന്ന സലീം രാജും സംഘവും കോഴിക്കോട് കരിക്കാംകുളത്ത് വെച്ച് കാർ തടഞ്ഞുവെക്കുകയും കൂടെയുള്ളവരെ മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് യുവതിയെ ബലമായി വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ ഇടപെട്ടു. തന്റെ കുടുംബാംഗമായ കുട്ടിയെ കുറെ നാൾ മുൻപ് കാണാതായതാണെന്നും തിരികെ വിളിച്ചുകൊണ്ടുപോകാൻ വന്നതാണെന്നുമാണ് സലീം രാജ് ആദ്യം പോലീസിനോട് പറഞ്ഞത്. ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും നാട്ടുകാർ സമ്മതിച്ചില്ല. സ്ഥലത്തെത്തിയ പ്രദീപ് കുമാർ MLA ഇടപെട്ടതിനു ശേഷമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒത്തുതീർക്കാനാണ് കൊണ്ടുപോകുന്നതെന്നും സലീം രാജ് പോലീസിനോട് പറഞ്ഞു. എന്നാൽ പരസ്പര വിരുദ്ധമായി സംസാരിച്ച ഇയാളുടെ വാക്ക് പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. നേരത്തെ യുവതി തന്റെ ബന്ധുവാണെന്ന് പറഞ്ഞ സലീം രാജ് പിന്നീട് നിലപാട് മാറ്റി. സലീം രാജിന്റെ കൂടെയുണ്ടായിരുന്നവരിൽ ഒരാൾ കേരള പോലീസ് പിടികിട്ടാപ്പുള്ളിയെ പ്രഖ്യാപിച്ച കൊല്ലം ഓച്ചിറ സ്വദേശി റിജോയാണെന്ന് ചേവായൂർ പോലീസ് പറയുന്നു. മീഡിയ 1 കോഴിക്കോട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം സലീം രാജിനെ കോടതിയിൽ ഹാജരാക്കി. ജാമ്യം നൽകരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ഇർഷാദ് പടന്ന ഉണ്ട്. ഇർഷാദ്, പുതിയ വിവരങ്ങൾ. ഗോപി, ഏറ്റവും അവസാനത്തെ വിവരം ഇപ്പോൾ സലീം രാജ് അടങ്ങുന്ന 7 അംഗ സംഘത്തെ ഇപ്പോൾ കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഇവർക്ക് ജാമ്യം നൽകരുതെന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. തൊട്ടുമുമ്പ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കമുള്ള കേസുകളാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും വരുന്നത് വധഭീഷണി, അതോടൊപ്പം തന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കൽ, അന്യായമായി സംഘം ചേരൽ, വഴി തടയൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഗോപി, ഇർഷാദ് പറഞ്ഞയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും. സ്ത്രീകൾ അടക്കമുള്ളവരെ നടുറോഡിൽ വെച്ച് കാറിൽ നിന്ന് വലിച്ചിറക്കിക്കൊണ്ടുപോകാൻ സലീം രാജിന് ധൈര്യം കിട്ടിയത് ഉമ്മൻചാണ്ടിയിൽ നിന്നാണെന്ന് പിണറായി വിജയൻ. നാണം കെട്ട് ഗതികെട്ട് കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകാനാണ് ഉമ്മൻചാണ്ടിയുടെ വിധിയെന്നും അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ നിന്ന് മാറിയാലും എത്രമാത്രം വിരുത് കാണിക്കാൻ ആ മാറിയവർ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇന്ന് പകല് കോഴിക്കോട് ആ സലീം രാജ് കാണിച്ച കോപ്രായത്തിലൂടെ കാണുന്നത്. ഇത്തരം ഒരു നടപടിക്ക് ഒരുമ്പെട്ട് പുറപ്പെടാനുള്ള ധൈര്യം എങ്ങനെ കിട്ടുന്നു? അത് ഉമ്മൻചാണ്ടിയിൽ നിന്നുള്ള ധൈര്യമാണ്. അപ്പൊ ഇതുപോലുള്ള ഒട്ടനേകം ആളുകളെയല്ലേ ഉമ്മൻചാണ്ടി കൂടെ നിർത്തിയിട്ടുള്ളത്. പ്രദീപ് കുമാർ MLA കോഴിക്കോട്ട് നിന്ന്, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു കൊച്ചിയിൽ നിന്ന്, RSPയുടെ NK പ്രേമചന്ദ്രൻ കൊച്ചിയിൽ നിന്ന്, അഡ്വക്കേറ്റ് ജയശങ്കർ രാഷ്ട്രീയ നിരീക്ഷകനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഇന്ന് മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാൻ സലീം രാജ് റോഡിൽ നടത്തിയ പ്രകടനങ്ങൾ, ഐഡന്റിറ്റി കാർഡ് പുറത്തെടുത്ത് കാണിച്ച് ഞാൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ് എന്ന് പറയാൻ കാണിച്ച ധൈര്യം ഉമ്മൻചാണ്ടിയുടെ സംരക്ഷണയിൽ നിന്നാണ് കിട്ടുന്നത് എന്ന് പിണറായി വിജയൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? പിണറായി വിജയൻ പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണ്. കാരണം അദ്ദേഹം കാണിച്ച നിയമവിരുദ്ധമായ നടപടിക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ പോലീസാണ്. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി, മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കി ജാമ്യം കൊടുക്കരുത് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ പോലീസാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ധൈര്യത്തിലാണ് ഈ കാണിക്കുന്നത് എന്ന് പറയാൻ സുരേഷ് ബാബു, ഏത് രാഷ്ട്രീയ നേതാവിനും ഒരു സ്ത്രീയും പുരുഷനും സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് കാറിനെ ചേസ് ചെയ്തെത്തുക, അവരെ ക്രോസ് ചെയ്ത് നിർത്തി ബലമായി പിടിച്ചിറക്കാൻ ശ്രമിക്കുക, നാട്ടുകാർ ഇടപെട്ട് സലീം രാജിന്റെ പൊയ്മുഖം പുറത്തു കൊണ്ടുവരിക, നാട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസിന് കേസെടുക്കേണ്ടി വരിക, ഇതൊക്കെയാണ് ഇന്ന് കോഴിക്കോട് നടന്നത്. വിവരങ്ങളൊക്കെ താങ്കൾ അറിഞ്ഞില്ലേ? അല്ല, ഇത് ഞാനീ പറഞ്ഞ അവസാനത്തെ വാചകത്തിനോട് ഞാൻ വിയോജിക്കുന്നു. നാട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസ് കേസെടുത്തു എന്നത് ഒഴിച്ച് ബാക്കി അദ്ദേഹം കാണിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിയമവിധേയമല്ലാത്തതാണ്.
അതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഉണ്ടാകാത്തത് എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അവിടുത്തെ MLA ചൂണ്ടിക്കാണിച്ചപ്പോൾ അതനുസരിച്ച് പോലീസ് പ്രവർത്തിച്ചിട്ടുമുണ്ട്. അതല്ലാതെ യാതൊരുവിധ സംരക്ഷണവും പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല, ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല, ഉമ്മൻചാണ്ടിയുടെ സംരക്ഷണത്തിലും ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ ഗൺമാനായിരുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ അദ്ദേഹം കാണിക്കുന്ന എല്ലാ പ്രവൃത്തികൾക്കും, ഇനി അങ്ങോട്ട് കാണിക്കുന്ന പ്രവൃത്തികൾക്കൊക്കെ ഉമ്മൻചാണ്ടി ഉത്തരവാദിയാകുന്നത് ഏത് നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ശ്രീ പ്രദീപ് കുമാർ, നിവൃത്തിയില്ലാതെ പോലീസ് ഒരു നടപടിക്ക് നിർബന്ധിതരാവുകയായിരുന്നില്ലേ ഈ സാഹചര്യത്തിൽ? നാട്ടുകാരുണ്ടായിരുന്നു, മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു, താങ്കളടക്കം ജനപ്രതിനിധികളിലും രാഷ്ട്രീയ നേതാക്കളും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പ്രദീപ് ഇദ്ദേഹത്തെ രക്ഷിച്ചെടുക്കാൻ, സലീം രാജിനെ രക്ഷിച്ചെടുക്കാനുള്ള പോലീസിന്റെ ശ്രമം നടത്തുകയും നിർബന്ധിത സാഹചര്യത്തിൽ നടപടിക്ക് നിർബന്ധിതരാവുകയുമായിരുന്നില്ലേ പോലീസ്? പോലീസുകാർ വന്ന ഉടനെ പോലീസുകാരെടുത്തൊരു നിലപാടെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാണ് ഇവരെ തടഞ്ഞു വെച്ചിരിക്കുന്നത്? ഇവരെ പേരിൽ ഒരു കേസുമില്ല. അപ്പോൾ സലീം രാജാണ് ഇത്, ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്, ഭൂമി തട്ടിപ്പ് കേസൊക്കെ ഉണ്ട്, അതിലെ പ്രതിയാണ് ഇവിടെ പിടികൂടപ്പെട്ടത്. ഇവരിങ്ങനെ അക്രമം നടത്തിയപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരെ പേരിൽ വേറെ ആക്ഷേപങ്ങളൊന്നും ഇല്ലല്ലോ, നിങ്ങൾ എന്തിനാ ഇവരെ ഒഴിവാക്കി വിട്ടൂടെ എന്നുള്ളൊരു നിലപാട് ആദ്യം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് നാട്ടിലുള്ള ആൾക്കാർ പറയുന്നത്. ഇത് കഴിഞ്ഞ് ആളുകൾ ഇവരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന നിലപാട് പോലീസ് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. കാരണം ഇയാൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ ഹാജരായി രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കഥാപാത്രമായത്. ഇത് അങ്ങനെ വിട്ടുതരാൻ പറ്റില്ല. ഇവിടുത്തെ മീഡിയക്കാർ, ചാനലുകാരൊക്കെ വരട്ടെ, പത്രക്കാർ വരട്ടെ, അതുപോലെ ജനപ്രതിനിധികൾ വരട്ടെ, MLA ഉൾപ്പെടെയുള്ള ആൾക്കാർ വരട്ടെ, എന്നിട്ട് അവരുടെ സാന്നിധ്യത്തിലെ ഞങ്ങൾ നിങ്ങൾക്ക് ഇയാളെ കൈമാറുള്ളൂ എന്ന ഒരു നിലപാട് അവിടുത്തെ ആൾക്കൂട്ടം എടുത്തതിനെ തുടർന്ന് പിന്നീട് സിറ്റി പോലീസ് കമ്മീഷനാണ് എന്നെ വിളിക്കുന്നത്. അതിനിടയിൽ അവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ സംഭവം നടക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അവർ ചെല്ലാനൊന്നും പറഞ്ഞില്ല. പക്ഷേ ഈ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് ഇങ്ങനെ ആൾക്കൂട്ടം ഇങ്ങനെ പറയാണ്. ശ്രീ NK പ്രേമചന്ദ്രൻ, സലിം രാജ് ചെയ്യുന്ന പ്രവർത്തികൾക്കെല്ലാം ഉമ്മൻചാണ്ടിയാണോ കുറ്റക്കാരൻ എന്നതാണ് കോൺഗ്രസ് നേതാവ് ചോദിക്കുന്നത്. മറുപടി പറയൂ. വളരെ പ്രസക്തമായ ചോദ്യമാണ് ശ്രീ PM സുരേഷ് ബാബു ചോദിച്ചത്. കാരണം ശ്രീ സലിം രാജിനെ സംബന്ധിച്ചുള്ള 3 പ്രശ്നങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. ഒന്ന്, സോളാർ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സലിം രാജിനെതിരെ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ അങ്ങനെ ഒന്നില്ല എന്നാദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. അതിനുശേഷം സലിം രാജിനെതിരായി ഓഫീസിൽ നിന്ന് പുറത്താക്കാൻ മുഖ്യമന്ത്രി നിർബന്ധിതമായി. എന്നിട്ടും നടപടി സ്വീകരിക്കാത്തതിന്റെ പേരിൽ 2 ദിവസം നിയമസഭാ നടപടികൾ സ്തംഭിപ്പിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം നിയമസഭയ്ക്ക് ഉയർത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സേനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിർബന്ധിതമായത്. ഒന്ന്. രണ്ടാമത്തേത്, കടകംപള്ളി വില്ലേജിൽ 24 ഏക്കർ ഭൂമി 33 പേരെ പറഞ്ഞ് വ്യാജരേഖ ഉണ്ടാക്കി തട്ടിപ്പ് നടത്തിയ മുഖ്യമന്ത്രി ശ്രീ സലിം രാജിന് വേണ്ടി സലിം രാജിന്റെ ഫോൺ രേഖകളും ശബ്ദരേഖയും ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പരിശോധിക്കണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയപ്പോൾ തൊട്ടടുത്ത ദിവസം സംസ്ഥാന ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ് ജനറൽ ഡിവിഷൻ ബെഞ്ചിൽ ഹാജരായി അപ്പീൽ സമർപ്പിച്ച് സലിം രാജിന്റെ ടെലിഫോൺ രേഖകൾ പരിശോധിച്ചാൽ അത് വ്യക്തിസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ്, ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ സ്റ്റേ വാങ്ങിയത് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു പറഞ്ഞ നീതിബോധമുള്ള മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഈ കേരളത്തിൽ നടന്ന സംഭവമാണ്. ഇന്ന് മൂന്നാമത് നടന്ന ഈ സംഭവത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നു, ജനങ്ങൾ തടഞ്ഞു വെച്ചതിന് ശേഷം ഒരു നിവൃത്തിയുമില്ലാത്ത സാഹചര്യത്തിൽ കേസെടുക്കാൻ പോലീസ് നിർബന്ധിതമായി. ഇതാണ് കേരളത്തിന്റെ നിയമവാഴ്ച ഏതാണ്ട് സമ്പൂർണമായും തകർന്നു എന്ന് കേരളത്തിലെ പ്രതിപക്ഷം ആവർത്തിച്ച് സൂചിപ്പിക്കുന്ന ഇതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിണറായി ഉള്ള കേരളത്തിലെ പ്രതിപക്ഷം ആവർത്തിച്ചു പറയുന്നത് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രിയുടെ ഒത്താശയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഉപജാപക സംഘം കേരള രാഷ്ട്രീയ രംഗത്ത് സജീവമായി വന്നിരിക്കുന്നു. ആ ഉപജാപക സംഘത്തിന്റെ കൊട്ടേഷൻ സംഘത്തിന്റെ മേധാവിയായി ശ്രീ സലിം രാജിനെ പോലെയുള്ള ചില വ്യക്തികൾ കേരള രാഷ്ട്രീയത്തിൽ വിലസുന്നു. നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം പരിശോധിച്ചാൽ മതി. അറസ്റ്റ് ചെയ്യപ്പെട്ട് ജീപ്പിൽ കയറിയിരിക്കുന്ന സലിം രാജ് കേരളത്തിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന ആ ഒരൊറ്റ ദൃശ്യം, ഇതെല്ലാം എനിക്ക് പുല്ലാണ് എന്ന പരമഹാസ്യത്തോടുകൂടി അങ്ങനെ. ശ്രീ പ്രേമേന്ദ്രൻ, മടങ്ങി വരാം. ശ്രീ PM സുരേഷ് ബാബു, അത് തന്നെയാണ്, ആ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് പ്രശ്നം. സലിം രാജിന് എന്നും ഈ രീതിയിൽ സംരക്ഷണം ഉണ്ടായിരുന്നു. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ SIയെ ആക്രമിച്ച കേസിൽ അതിൽ കേസുണ്ട് സലിം രാജിനെതിരെ. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം, ഓച്ചിറയിലെ ഒരു റിസോർട്ടിൽ 40 ദിവസം ക്രിമിനലുകളോടൊപ്പം തങ്ങി എന്ന മറ്റൊരു വിവരം. എല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ സലിം രാജിന് വേണ്ടി വാദിക്കാൻ സർക്കാർ കൂടി നിൽക്കുമ്പോൾ സലിം രാജ് എപ്പോഴും സംരക്ഷിക്കപ്പെടുന്നു. ഇത് അതിന്റെ ഒരു തുടർച്ച മാത്രമാണ്.
ഞാൻ ഇതിനകത്ത് എല്ലാ വസ്തുതകളും ഖണ്ഡിക്കുകയാണ്. യാതൊന്നും തന്നെ വസ്തുതാപരമായോ നിയമപരമായോ നിലനിൽക്കുന്ന വാദമുഖങ്ങളല്ല എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ ശ്രീ പ്രേമചന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ളത്. വസ്തുതകളെ താങ്കൾ ദയവായി ഗണ്ണിക്കരുത് ശ്രീ സുരേഷ് ബാബു. വസ്തുതകളെ താങ്കൾ ഗണ്ണിക്കരുത്. കാരണം ശ്രീ സുരേഷ് ബാബു, കാരണം ഇന്നിപ്പോൾ സലിം രാജിനൊപ്പം പിടിക്കപ്പെട്ടിട്ടുള്ള ആ 7 അംഗ സംഘത്തിലെ ബാക്കിയുള്ളവരിൽ ഒരാൾ സാമ്പത്തിക തിരിമറി കേസിൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. ഒരാൾ ഓച്ചിറ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയാണ്. ബാക്കി കൂടെ ഉണ്ടായിരുന്നവർ കൊട്ടേഷൻ സംഘമാണ് എന്ന അനൌദ്യോഗികമായ വിവരമാണ് കിട്ടുന്നത്. പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. താങ്കൾ വസ്തുതകളെ ഗണ്ണിക്കരുത്. സലിം രാജിനെതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം റിസോർട്ടിൽ ക്രിമിനലുകൾക്കൊപ്പം താമസിച്ചിരുന്നു എന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമി തട്ടിപ്പ് കേസിൽ സലിം രാജിന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് ജനറലാണ്. താങ്കൾ വസ്തുതകളെ ഗണ്ണിക്കരുത്. സുരേഷ് ബാബു, ഞാൻ വസ്തുതകളിലേക്ക് കടക്കുകയാണ്. എന്നെ പറയാൻ അനുവദിക്കുക ദയവ് ചെയ്തിട്ട്. ഓരോന്നോരോന്നായി ഞാൻ പറയാം. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളിൽ സലിം രാജ് ചെയ്യുന്ന ഒരു കാര്യവും ന്യായീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയോ ആർക്ക് വേണ്ടിയോ ആരും തയ്യാറാകുന്നില്ല. ഈ സലിം രാജാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനായി ഉണ്ടായിരുന്നത്. അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്നപ്പോഴും മുഖ്യമന്ത്രിയുടെ നിഴലായി ഉണ്ടായിരുന്നത് ഈ സലിം രാജാണ്. ഈ സലീം രാജ് ഇത്തരം പ്രവൃത്തികളിൽ പെടുന്ന ആളാണെന്ന് ബോധ്യപ്പെട്ട ആ നിമിഷം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഗൺമെൻ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തി നടപടികൾക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ തെളിവുകളും പുറത്തു കൊണ്ടുവരേണ്ടി വന്നു. ശ്രീ സുരേഷ് ബാബു, സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട മുഴുവൻ തെളിവുകളും പുറത്തു കൊണ്ടുവരേണ്ടി വന്നു മുഖ്യമന്ത്രിക്ക് സലിം രാജിനെതിരെ നടപടിയെടുക്കാൻ. ഒരു നിവൃത്തിയും ഇല്ലാതിരുന്ന സമയത്താണ് അദ്ദേഹം നടപടിയെടുത്തത്. മുഖ്യമന്ത്രിയുടെ നിഴലായി നിന്ന ഒരാൾ ഇത്രയും വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇടപെട്ടിട്ട് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. വസ്തുതകളാണ്, കേരളം കാണുന്നുണ്ട് ഇതെല്ലാം. അത് അങ്ങയുടെ വ്യാഖ്യാനമാണ്. ഞാൻ പറയട്ടെ, സലിം രാജിനെതിരായ ആരോപണമുണ്ടായി. മുഖ്യമന്ത്രി പറഞ്ഞത്, നിയമസഭയ്ക്കകത്ത് പറഞ്ഞത്, ആരോപണത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നു. അന്വേഷണത്തിൽ എവിടെയെങ്കിലും ഈ വസ്തുതാപരമായതിന് ന്യായം കിട്ടുകയാണെങ്കിൽ സലിം രാജിനെതിരായി നടപടി ഉണ്ടാകും. ശ്രീ സുരേഷ് ബാബു, ഈ ന്യായീകരണങ്ങളെല്ലാം താങ്കൾ ഏതെങ്കിലും ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂ ശ്രീ സുരേഷ് ബാബു. കാരണം കേരളത്തിൽ ഒരു വിജിലൻസ് ഉണ്ട്, കേരളത്തിൽ ഒരു രഹസ്യാന്വേഷണ പോലീസ് ഉണ്ട്. അവർക്ക് വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഗൺമാനായി നിൽക്കുന്ന ഒരാൾ സാമ്പത്തിക ക്രമക്കേടുകളിൽ ഭാഗമാകുന്നു, ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമായി കൂട്ടുകൂടുന്നു, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുമ്പോഴും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വെളിച്ചത്ത് കൊണ്ടുവരാൻ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട തെളിവുകൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായത്. മറ്റൊരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ താങ്കളുടെ കയ്യിൽ അതിനെക്കുറിച്ച് വല്ല വിവരങ്ങളുണ്ടോ? ഈ സോളാർ തട്ടിപ്പിന് ശേഷമല്ലാതെ അതിനു മുമ്പായി സലിം രാജ് ഇന്ന കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നവനാണ്, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ പെടുത്താൻ പാടില്ല എന്ന റിപ്പോർട്ട് ഐദർ വിജിലൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറിയതായി താങ്കളുടെ കയ്യിൽ വിവരമുണ്ടോ? നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ കോൺസ്റ്റബിൾ ആയിരിക്കെ SIയെ ആക്രമിച്ച കേസിൽ കേസ് നിലവിലുണ്ട് സലിം രാജിന് എതിരെ. അല്ല, ഈ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ വിജിലൻസിന്റെയോ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയോ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തതിന് ശേഷം അത് അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് പോയി എന്ന ആക്ഷേപം ഈ ചാനലിൽ അതിന് മുമ്പേ ഞാൻ പറയട്ടെ, എം കെ പ്രേമചന്ദ്രനിൽ തന്നെ ചോദിക്കുന്നു, സലിം രാജിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ ഹാജരായി എന്ന്. ശ്രീ പ്രേമചന്ദ്രൻ, NK പ്രേമചന്ദ്രൻ. ശ്രീ PM സുരേഷ് ബാബു, ഉറങ്ങുന്നയാളെ ഉണർത്താൻ എളുപ്പമാണ്, പക്ഷെ ഉറക്കം നടിക്കുന്നയാളെ ഉണർത്തുക അസാധ്യമാണ്. ശ്രീ സലിം രാജിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ എത്രമാത്രം സൂചനകളും വിശദീകരണവുമാണ് ഞാൻ നേരത്തെ സമർപ്പിച്ചത്. ശ്രീ സുരേഷ് ബാബു പറയുന്നത് പോലെ ഈ തെളിവുണ്ടാകുന്നതിന് നിങ്ങൾക്കറിയാം, 2013 ഫെബ്രുവരി മാസം 20-ാം തീയതി സലിം രാജിനെ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുത്തു. 2013 മാർച്ച് മാസം 30-ാം തീയതി സലിം രാജിനെതിരെ മുഖ്യമന്ത്രിയുടെ കുടുംബ ബന്ധു കൂടിയായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഈ വിവാദ വിഷയത്തിൽ പ്രധാനപ്പെട്ട പരാതിക്കാരൻ ജഗതി സ്വദേശിയായിട്ടുള്ള TC മാത്യു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ പോയി നേരിൽ കണ്ട് പരാതി കൊടുത്തു.